ധർമ്മസ്ഥലയിൽ നിരവധി പേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം കേരളത്തിലേക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ മനാഫിന് നോട്ടീസ് നൽകി. ധർമ്മസ്ഥല കേസിന്റെ ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ജിതേന്ദ്രകുമാർ ദയാമ IPSന് മുന്നിൽ ഹാജരാവാനാണ് നിർദ്ദേശം. അതേസമയം തിങ്കളാഴ്ച ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലെത്തി തെളിവുകൾ കൈമാറുമെന്ന് മനാഫ് വ്യക്തമാക്കി. KV ബൈജു, ശരിയാണ് ബൈജു, ഇതിൽ ഇപ്പോൾ വാദികൾ പ്രതിയായ പശ്ചാത്തലമൊക്കെ ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ നീക്കം എന്താണ്? തീർച്ചയായും രഞ്ജിത്തെ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ധർമ്മസ്ഥല കേസ് ഇപ്പോൾ കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യം എന്ന് പറയേണ്ടി വരും. കാരണം ഇതുവരെ, അതായത് ജൂലൈ 19-നാണ് ഈ SIT അന്വേഷണം ആരംഭിച്ചത്. ഈ സമയം വരെ SIT ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഈ അന്വേഷണം കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നതാണ്. അതായത് ഈ യൂട്യൂബറും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫിനോട്, അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ SIT ഓഫീസർക്ക് മുന്നിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മനാഫിനോട് ഈ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ഈ അന്വേഷണത്തിന് സഹായകരമായ തെളിവുകൾ അത് കൈമാറണം, അത് ഹാജരാക്കണം എന്നതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ഈ തെളിവുകളുമായി SITക്ക് മുന്നിലെത്തുക എന്ന് ആവശ്യപ്പെട്ടാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഏതായാലും ഓണവും നബിദിനവും ആയതുകൊണ്ട് തന്നെ മനാഫ് തിങ്കളാഴ്ച മാത്രമേ ഈ ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തെളിവുകൾ കൈമാറുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പ്രേക്ഷകരോട് ഒരു വിവരം കൂടി പങ്കുവെക്കാനുണ്ട്. അതായത് കഴിഞ്ഞ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് News 18 ഈ വിവരം ആദ്യം പുറത്തു കൊണ്ടുവരുന്നതും അത്തരത്തിലുള്ള ഓരോ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ഇത് സംബന്ധിച്ച അപ്ഡേറ്റുകളൊന്നും തന്നെ നൽകിയിരുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആധികാരികമായ വാർത്തകൾ മാത്രമാണ് News 18 നൽകാൻ ആഗ്രഹിക്കുന്നത്. അത് SITയുടെ ഭാഗത്തുനിന്നാണ് ഇനി വരേണ്ടത്. തുടക്കത്തിൽ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ ചൂണ്ടിക്കാട്ടിയ വിവരങ്ങൾ, അത്തരം പരിശോധനകൾ, അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും SIT പുറത്തുവിടുന്നില്ല. ഇതിൽ ചിന്നയ്യ ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. ആദ്യം തുടക്കത്തിൽ 10 ദിവസത്തെ കസ്റ്റഡിയാണെങ്കിൽ ഇപ്പോൾ കസ്റ്റഡി കാലാവധി കൂടുതൽ ആകിയിരിക്കുന്നു. അത്തരത്തിൽ ഇപ്പോഴും ഇപ്പോൾ മനാഫ് തന്നെ നേരിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനാഫ്, ഇപ്പോൾ മനാഫിന്റെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ അത് ഹാജരാക്കാനാണ് നിർദ്ദേശം. അന്വേഷണവുമായി സഹകരിക്കാൻ തന്നെയാണല്ലോ തീരുമാനം, അല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭയക്കേണ്ടതാണുള്ളത്? ഒന്നുമില്ലല്ലോ. ഈ വിഷയത്തിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ജനങ്ങളെ അറിയിച്ചത്. ആ വിഷയത്തിൽ തന്നെ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും സഹകരിക്കാന്ന് മുന്നേ പറഞ്ഞതാണ്. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ SITന്റെ മുന്നിൽ അവതരിപ്പിക്കും. പക്ഷെ ഇതുവരെയുള്ള അന്വേഷണം, മനാഫ് നിരവധി തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയുള്ള അന്വേഷണം അത്ര ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തുന്ന തരത്തിലല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇവിടെ ഇപ്പൊ കേരളത്തില് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള അസ്ഥികൂടങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിട്ടിയ അസ്ഥികൂടങ്ങള് ആണിന്റേതാണ്. ഇങ്ങനെ തരത്തിലുള്ള എന്താ പറയാ അപപ്രചരണങ്ങൾ ഇവിടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. SIT ഇന്നേ വരെ എവിടെയും പറഞ്ഞിട്ടില്ല അവിടുന്ന് അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യമാണ്. അത് കിട്ടിയില്ല എന്ന് അവര് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവര് എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ആണിന്റേതാണെന്ന്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും SIT ഇതുവരെ പുറത്തുവിടാത്തത്. ഇവിടെ കുറെ കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയന്നെ ചെയ്യും. സത്യത്തിന്റെ കൂടാണ് ഞാനൊക്കെ നിൽക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരുപാട് പ്രചരണങ്ങൾ ഈ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രചരണങ്ങളുടെ ഒരു കേന്ദ്രബിന്ദു എന്താണെന്നാണ് മനാഫ് വിശ്വസിക്കുന്നത്? കാരണം നമ്മൾ നേരത്തെ പുറത്തു വന്ന കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത്രയും ദിവസം പല അന്വേഷണങ്ങൾ, ഇതിൻ്റെ ഏറ്റവും ആധുനികമായ അന്വേഷണ രീതികൾ പോലും മുന്നോട്ട് കൊണ്ടുപോയിട്ടും തെളിവുകളിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആരോപണം മനാഫിനുണ്ടോ? ഇപ്പൊ നമ്മളെ ഈ സമൂഹത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കുപ്രചരണം നടക്കുന്നത് കാരണം ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ SIT ഒരു കാര്യം പുറത്തു വിട്ടീന്. അതായത് ഞങ്ങൾക്ക് പോലും ഇതുവരെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. ഈ ഇപ്പം കൊണ്ടുപോയ അസ്ഥികളുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മണ്ണ് അവിടുന്ന് കുഴിയെടുത്ത എല്ലാ ഭാഗത്തുള്ള മണ്ണിന്റെ പരിശോധനയും പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും
പുറലോകത്തേക്ക് വന്നിട്ട് അവർക്ക് തന്നെ കിട്ടിയിട്ടില്ല എന്ന് അവര് നോട്ടീസ് പറയേണ്ടി വന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത്, പിന്നെ പല ആളുകളും പറഞ്ഞ അവിടെ ഒന്നുമില്ല, എല്ലാം കെട്ടുകഥ ഇനിയൊന്നും പറയണ്ടെങ്കിൽ SIT ഇപ്പത്തേക്ക് എന്താക്കും, വെറുതെ SIT ഉദ്യോഗസ്ഥന്മാർക്ക് വേറെയും ജോലി ഉണ്ടല്ലോ, അവരൊക്കെ അവരുടെ ജോലിക്കായിട്ട് SIT പിരിച്ചു വിട്ട് പോകൂലേ? SIT കർണാടക മുഖ്യമന്ത്രിക്ക് ലെറ്റർ എഴുതിക്കിന്, ഈ SITയിലുള്ള ആളുകൾ പര്യാപ്തമല്ല, ഞങ്ങളെ SIT വലുതാക്കാൻ വേണ്ടിയിട്ട് ഇനിയും ആളുകളെ വേണമെന്ന് ശുപാർശ ചെയ്തിക്കണ്. ഇങ്ങനെ അവിടെ ഒന്നുമില്ലെങ്കിൽ ഈ ശുപാർശ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ശരി. SIT തുടങ്ങിയിട്ടേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ SITന്റെ പരിധിയിൽ വരുന്ന എല്ലാ ആളുകളെയും, സുപ്രധാനപ്പെട്ട എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യും. ഇന്നലെ എന്നെ വിളിപ്പിച്ച ദിവസവും ഞാനത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിക്കണ്. കാരണം ഇന്നെ മാത്രമല്ല, അതേമാതിരി ഗിരീഷ് മട്ടന്നൂരിന് ഇന്നലെ അയാൾക്കും നോട്ടീസ് കൊടുത്തിനത്. അയാൾ ഹാജരായിട്ടുണ്ട്. ഞാൻ ഉള്ളത് കേരളത്തിലല്ലേ. ശരി ശരി മനാഫ്, ശരി. അന്വേഷണം SIT തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മനാഫാണ് തത്സമയം. അല്ല, പറഞ്ഞോളൂ. പിന്നെ ഒരു കാര്യം കൂടി എന്താണ്, ഇത് നല്ലൊരു അവസരമാണ് SIT ഞങ്ങളെ വിളിച്ചത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി കേരളത്തിൽ നിലവിലുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിന്റെ മുന്നിലേക്ക് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ SITനെ നേരിട്ട് പോയി ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാക്കിയിട്ടേ നമ്മളിത് മാറ്റുള്ളൂ. കാരണം കേരളത്തിൽ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടത്, നമ്മൾ നിരന്തരം പരാതികൾ മുഖ്യമന്ത്രിക്ക്, DGPക്ക് എല്ലാവർക്കും പരാതികൾ കൊടുത്തതുണ്ട്. ഇവിടുന്ന് അതിനുള്ള യാതൊരു തരത്തിലുള്ള മറുപടിയും കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ശരി. ആ പരാതികൾ ഇനി നേരിട്ട് നമുക്ക് SITന്റെ മുന്നിൽ. ശരി മനാഫ്, ശരി. അതാണ് നിലപാട് മനാഫിന്റെ. ഏതായാലും മനാഫ് ആരോപണങ്ങൾ ഉയർച്ചു നിൽക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം.